മിസോറിയിലെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ നീലക്കടലിനെ സാക്ഷിയാക്കി മിശിഹ ഹാട്രിക്കുമായി നിറഞ്ഞാടി. അർജന്റീന ജേഴ്സിയിലെ 200-ാം മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വീഴ്ത്തി ലോകകപ്പിലെ ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആൽബി സെലസ്റ്റകൾ. കിരീടം നിലനിർത്താൻ ഉറപ്പിച്ചാണ് ഞങ്ങൾ വരുന്നതെന്നുള്ള എതിരാളികൾക്കുള്ള മുന്നറിയിപ്പായാണ് മെസ്സിയുടെ പ്രകടനത്തെ കാണാനാകുക. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് ശക്തമായൊരു ഇടങ്കാലൻ ഷോട്ടിലൂടെ ലിയോ മെസ്സി നീലപ്പടയ്ക്ക് ആദ്യം ലീഡ് സമ്മാനിച്ചത്. ഡിഫൻസിൽ നിന്നും ഡീപ്പോൾ നീട്ടി നൽകിയ പാസുമായി ശരവേഗത്തിൽ അൾജീരിയൻ ബോക്സിലേക്ക് കുതിച്ചെത്തിയ മെസ്സി ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് മിന്നൽ പിണർ പോലൊരു ഷോട്ടാണ് പായിച്ചത്. ഓടിയെത്തിയ 2 അൾജീരിയൻ ഡിഫൻഡർമാർ മെസ്സിയുടെ ലോങ് റേഞ്ചർ തടയാനെത്തുമ്പോഴേക്കും പന്ത് അവരെ കബളിപ്പിച്ച് കാലുകൾക്ക് മുകളിലൂടെ പറന്നുയർന്നിരുന്നു. അന്തരീക്ഷത്തിൽ വെച്ച് ചെറിയൊരു കർവിനൊപ്പം ആ ഷോട്ട് അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് ഇദാനയും കീഴടക്കി പോസ്റ്റിന്റെ വലത്തെ മൂലയിൽ തറച്ചു കയറി. പിന്നാലെ ഇരു കൈകളും ചിറക് പോലെ വിരിച്ച് നീലക്കടലിന് മുന്നിലേക്ക് ആൽബി സെലസ്റ്റയുടെ ഫാൻസിന്റെ മനം കുളിർപ്പിച്ച് മധുരതരമായൊരു സെലിബ്രേഷൻ. സമാനമായി പിന്നെയും 2 തവണ കൂടി അൾജീരിയൻ ഗോൾ വല കുലുക്കി അയാൾ നീലപ്പടയുടെ ആരാധക ഹൃദയങ്ങളിൽ കുളിർമഴ പെയ്യിച്ചു. 60-ാം മിനിറ്റിൽ ഗോളിയുടെ പിഴവ് മുതലെടുത്ത് ഒരു റീബൗണ്ട് ഷോട്ടിലൂടെയാണ് മെസ്സി വല കുലുക്കിയത്. നീലമയുടെ പന്താട്ടക്കാരൻ 74-ാം മിനിറ്റിൽ വീണ്ടും തിങ്ങി നിറഞ്ഞ ഗാലറിയെ ആളി കത്തിച്ചു. ലോകകപ്പ് കരിയറിലെ ആദ്യത്തെ ഹാട്രിക് നേട്ടമാണ് ഇതിഹാസത്തെ കാത്തിരുന്നത്. യെസ്, ദ കിങ് ഈസ് ബാക്ക് വിത്ത് എ ബാങ്. അൾജീരിയക്കെതിരായ ഹാട്രിക് പ്രകടനത്തോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയ്ക്ക് ഒപ്പമെത്താനും മെസ്സിക്കായി. ഇരുവരും ലോകകപ്പിൽ 16 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ ഒരു ഗോൾ കൂടി നേടിയാൽ ക്ലോസയുടെ റെക്കോർഡും അർജന്റീന നായകൻ മറികടക്കും. 15 ഗോളുകൾ നേടിയ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോയെയും 14 ഗോളുകൾ നേടിയ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയെയും മെസ്സി ഇന്ന് മറികടന്നിരുന്നു. ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക്കുമായി നിർത്തിയെടുത്തു നിന്നാണ് ഇന്നലെ രാത്രി കിലിയൻ എംബാപ്പെ തുടങ്ങിയത്. ആഫ്രിക്കൻ വമ്പന്മാരായ സെനഗലിനെ 3-1 ഡസ് ബ്ലൂസ് തകർത്തപ്പോൾ 2 ഗോളുകളുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത് എംബാപ്പെ തന്നെയായിരുന്നു. സെനഗലിനെതിരായ മാച്ചിൽ 66-96 മിനിറ്റുകളിലാണ് എംബാപ്പെ ഗോൾ നേടിയത്. ഇതോടെ ഫ്രഞ്ച് നായകന്റെ ലോകകപ്പിലെ ഗോൾ നേട്ടം 14ലേക്ക് ഉയർന്നിട്ടുണ്ട്. 2 ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ സ്കോറർമാരായ മിറോസ്ലാവ് ക്ലോസയുടെയും ലയണൽ മെസ്സിയുടെയും 16 ഗോളുകൾ എന്ന റെക്കോർഡിനൊപ്പം എത്താൻ എംബാപ്പയ്ക്ക് കഴിയും. ഫ്രാൻസിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ഒളിവർ ജിറോഡിന്റെ റെക്കോർഡും കിലിയൻ എംബാപ്പെ മറികടന്നു. മറ്റൊരു ചരിത്ര നേട്ടം കൂടി എംബാപ്പയെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ ഫ്രാൻസിന്റെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായും എംബാപ്പെ മാറി. 1958 ലോകകപ്പിൽ ഒരു സീസണിൽ 13 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രഞ്ച് ഇതിഹാസം ജസ്റ്റ് ഫോണ്ടൈന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത്. 28 വർഷത്തിന് ശേഷമുള്ള ലോകകപ്പിലേക്കുള്ള തിരിച്ചുവരവിൽ നോർവേ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്തു. ഇരട്ട ഗോളുകളുമായി ഫുട്ബോളിലെ യുവരാജാവ് എർലിംഗ് ഹാലൻഡ് തന്റെ കന്നി ലോകകപ്പ് മാച്ചിൽ തന്നെ ഗോൾ മഴ പെയ്ച്ച ദിവസമായിരുന്നു ഇത്. മത്സരത്തിൽ ഇറാഖിന് മേൽ ആധിപത്യം പുലർത്തിയത് നോർവേ തന്നെയായിരുന്നു. 29-ാം മിനിറ്റിൽ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത് ഹാലൻഡ് ആയിരുന്നു. എന്നാൽ ആദ്യ പകുതിയുടെ 39-ാം മിനിറ്റിൽ ഐമൻ ഹുസൈനിലൂടെ ഇറാഖ് ഒരു ഗോൾ മടക്കി. എന്നാൽ നോർവേയുടെ മറുപടി വളരെ വേഗത്തിലായിരുന്നു. 43-ാം മിനിറ്റിൽ ഹാലൻഡിലൂടെ നോർവേ ലീഡ് തിരികെ പിടിച്ചു. ആദ്യ ജയത്തോടെ നിർണായകമായ 3 പോയിന്റുകളും ഗ്രൂപ്പിലെ 1-ാം സ്ഥാനവും നോർവേ സ്വന്തമാക്കി.